ഹരേ കൃഷ്ണ. എല്ലാ ഡിവോട്ടീസിനും എന്റെ പ്രണാമം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനതിര വനചാരി. യമുനതിര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാളെ രാധാഷ്ടമിയാണ്. നമ്മൾ ഇന്ന് രാധാറാണിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ ആരാണ് രാധ? നമ്മൾ ലളിതമായി പറയുകയാണെങ്കിൽ ഭഗവാൻ ഊർജദാതാവാണെങ്കിൽ, അതായത് ഭഗവാൻ ഊർജത്തിന്റെ അധിപതിയാണെങ്കിൽ രാധാറാണി ആ ഊർജമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാല് സൂര്യനും സൂര്യപ്രകാശവും പോലെ. അതായത് സൂര്യന്റെ ഊർജമാണ് സൂര്യപ്രകാശം. സൂര്യനിൽ നിന്ന് ഒരിക്കലും നമുക്ക് സൂര്യപ്രകാശത്തെ വേർപെടുത്താൻ സാധിക്കില്ല. കാരണം സൂര്യന്റെ അസ്തിത്വം, സൂര്യൻ നിലനിൽക്കുന്നത് തന്നെ സൂര്യപ്രകാശത്തിലാണ്. അപ്പൊ അതുപോലെയാണ് ഭഗവാനും രാധാറാണിയും. ഭഗവാന്റെ ഊർജ സ്രോതസ്സാണ്, അതായത് ഭഗവാന്റെ ഊർജമാണ് ശ്രീമതി രാധാറാണി. രാധാറാണി ഇല്ലാതെ ഭഗവാന് ഒരു അസ്തിത്വവും ഇല്ല, ഒരു നിലനിൽപ്പും ഇല്ല. അതാണ് ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള ബന്ധം. അപ്പോ രാധാറാണി എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ഇനി പറയുന്നത് ഗോലോക വൃന്ദാവനത്തില് നടന്ന കാര്യമാണ്. അതായത് ഭഗവാൻ ഒരു ദിവസം ഗോലോക വൃന്ദാവനത്തിലെ ഇരിക്കുമ്പോ, അതായത് ഒരു തന്റെ സിംഹാസനത്തില് ഇരിക്കുമ്പോഴത്തേക്കും ഭഗവാന്റെ ഇടതുവശത്ത് നിന്നുമാണ് രാധാറാണി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ആ ഒരു സുന്ദരിയായ തരുണിയായിരുന്നു ശ്രീമതി രാധാറാണി. ആ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ആ സേവന മനോഭാവമായിരുന്നു രാധാറാണിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അതായത് പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ഭഗവാന് വേണ്ടി സേവനം ചെയ്യാനായിട്ട് ഉത്സാഹവതിയായിട്ടാണ് രാധാറാണി പുറത്തേക്ക് വരുന്നത്. അപ്പൊ വന്ന ഉടനെ തന്നെ രാധാറാണി ഓടുകയാണ്. അതായത് ഭഗവാന് സേവനം ചെയ്യാനായിട്ട്, പൂക്കൾ പറിക്കാനായിട്ട് രാധാറാണി ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഭഗവാൻ
ഗോലോക വൃന്ദാവനത്തിലെ രാസമണ്ഡലത്തില് സ്വർണ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ഭഗവാന്റെ ഇടതുവശത്ത് നിന്നും ആണ് രാധാറാണി പ്രത്യക്ഷപ്പെടുന്നത്, ഒരു സുന്ദരിയായ തരുണിയായിട്ട്. പ്രത്യക്ഷപ്പെട്ട ഉടനെ ആ തരുണിയുടെ മനോഭാവം എന്തായിരുന്നു? ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം എന്ന മനോഭാവമായിരുന്നു. അതായത് ഭഗവാന് എന്ത് ആ ഒരു അതായത് ഭഗവാന് എന്ത് ആണ് തരത്തിലാണ് സേവന മനോഭാവം, സേവന ഉത്സുകയായിട്ടാണ് രാധാറാണി പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെട്ട ഉടനെ പൂക്കൾ പറിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതാണ് രാധാറാണിയുടെ മനോഭാവം. രാധാറാണി അങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ അനേകം സ്ക്രിപ്ചേഴ്സിൽ അനേകം നമ്മള് നോക്കിക്കഴിഞ്ഞാൽ അധികമായിട്ട് രാധാറാണിയെ പറ്റി പ്രതിപാദിക്കുന്നില്ല. പക്ഷേ മറ്റ് സ്ക്രിപ്ചേഴ്സിലൊക്കെ നമുക്ക് രാധാറാണിയുടെ വിവരണങ്ങൾ കാണാൻ സാധിക്കും. അപ്പോ രാധാറാണിയെ പറ്റി അനേകം ഗോസ്വാമിമാര്, അനേകം പണ്ഡിതന്മാര്, അനേകം ആചാര്യന്മാര് വിവരിക്കുന്നുണ്ട്. വിവർത്തനങ്ങൾ, അതായത് രാധാറാണിയെ പറ്റി വിവരിച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പോ നമുക്കറിയാം ഭഗവാൻ അനേകം നാമങ്ങളുണ്ട്. അതായത് ഗോവിന്ദൻ, ഗോപാലൻ, അങ്ങനെ അനേകം നാമങ്ങളുണ്ട് ഭഗവാൻ. അപ്പോ ഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട നാമങ്ങളിൽ ഒന്നാണ് അഖില രസാമൃത മൂർത്തി എന്നത്. അഖില രസാമൃത മൂർത്തി എന്ന് പറയുമ്പോഴത്തേക്കും സർവത്ര രസങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് ഭഗവാൻ. അതായത് എല്ലാ രസങ്ങളുടെയും രാജാവാണ് ഭഗവാൻ. അപ്പോ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഭഗവാൻ. അതായത് രസങ്ങളുടെ സാഗരമാണ് ഭഗവാൻ. അപ്പോ ഭഗവാൻ അഖില രസാമൃത മൂർത്തിയാണെങ്കിൽ രാധാറാണി ആരാണ്? എല്ലാ രസങ്ങളുടെയും രാജ്ഞിയാണ്. അപ്പോ ആചാര്യന്മാര് പറയുന്നു, നമ്മള് ആ ഭഗവാന്റെ എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുള്ള അഖില രസാമൃത മൂർത്തിയായ ഭഗവാന്റെ സർവരസങ്ങളും അടങ്ങിയിട്ടുള്ള സാഗരത്തിൽ നമുക്ക് ഇറങ്ങണമെങ്കിൽ, ആ ഒരു സാഗരത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആഴത്തില് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അനിവാര്യമാണ് എന്ന് ആചാര്യന്മാര് പറയുകയാണ്. 3 കാര്യങ്ങൾ. അതില് ഒന്ന്, നമ്മൾ രാധാറാണിയുടെ പാദധൂളികൾ, അതായത് രാധാറാണിയുടെ പാദങ്ങളിൽ നിന്ന് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് പാദത്തിൽ നിന്ന് വരുന്ന മൺതരികൾ, ആ മൺതരികളെ ആരാധിക്കണം എന്ന് ആചാര്യന്മാർ പറയാണ്. ഒന്ന് എന്താണ്? രാധാറാണിയുടെ പാദത്തിൽ നിന്ന് വരുന്ന പാദധൂളികൾ, ആ മൺതരികളെ നമ്മൾ ആരാധിക്കണം എന്ന് ആചാര്യന്മാർ പറയാണ്. 2, നമ്മൾ രാധാറാണിയുടെ പാദങ്ങൾ സ്പർശിച്ച വൃന്ദാവന ധാമത്തിനെ ആരാധിക്കണമെന്ന് ആചാര്യന്മാർ പറയാണ്. അതായത് രാധാറാണിയുടെ പാദങ്ങൾ സ്പർശിച്ച വൃന്ദാവന ധാമത്തിനെ നമ്മൾ ആരാധിക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നു. 3-മത്തത് എന്ന് പറഞ്ഞാല് നമ്മൾ വൈഷ്ണവ അപരാധം ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒരു വൈഷ്ണവനെയും, ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു വൈഷ്ണവനെയും നമ്മള് നിന്ദയോടെ കാണാൻ പാടില്ല. ഇതാണ് 3-മത്തത്. അപ്പോ വൈഷ്ണവ അപരാധം നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോ എന്താണ് ഈ അപരാധം? അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട വാക്കാണ് അപരാധം. എന്താണ് അപരാധം? അപരാധം എന്ന് പറഞ്ഞാല് രാധ, അതില് അപരാധത്തിൽ രാധ എന്നൊരു വാക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് രാധ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശ്രീമതി രാധാറാണിയാണ്. അപരാധം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീമതി രാധാറാണിയുടെ ഇച്ഛിതമായി പ്രവർത്തിക്കുക എന്നാണ് അപരാധത്തിന്റെ അർത്ഥം. രാധ എന്നാൽ ശ്രീമതി രാധാറാണിയാണ്. അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന നാമം ഉൾക്കൊണ്ടിട്ടുണ്ട്. രാധ എന്നാൽ ശ്രീമതി രാധാറാണിയാണ്. അപരാധം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം രാധാറാണിയുടെ ഇച്ഛയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുക, ഇച്ഛയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോ നമ്മളെ ഗ്രൂപ്പില് ദിവസം കേൾക്കാറുണ്ട് അല്ലേ, 10 നാമ അപരാധങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? പറഞ്ഞിട്ടുള്ള വാക്കെന്താണ്? അപരാധം.
അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണ്? ആ 10 നാമ അപരാധങ്ങളിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന പോയിന്റ് ഭഗവത് നാമ പ്രചാരണത്തിനായി സ്വജീവിതം സമർപ്പിച്ച ഭക്തന്മാരെ നിന്ദിക്കുന്നത്. ഭഗവാൻ, നമ്മള് ആചാര്യൻ പറഞ്ഞത് എന്താണ്? ഭഗവാൻ ഒരു അഖില രസാമൃത മൂർത്തിയാണ്. ഉൾക്കൊണ്ടിട്ടുണ്ട്. അപരാധം, രാധാറാണിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നാണ്. അപ്പോ 10 നാമ അപരാധങ്ങളിൽ ആദ്യം പറയുന്ന പോയിന്റ് എന്താണ്? ഭഗവത് നാമ പ്രചാരണത്തിനായി സ്വജീവിതം സമർപ്പിച്ച ഭഗവത് ഭക്തന്മാരെ നിന്ദിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ആചാര്യൻ പറയുന്നു, ഭഗവാൻ അഖില രസാമൃത മൂർത്തിയാണ്, സർവരസങ്ങളുടെയും രാജാവാണ് ഭഗവാൻ. എല്ലാ രസങ്ങളും ഭഗവാനിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോ ഭഗവാനാകുന്ന സർവത്ര രസങ്ങളുടെയും രാജാവായ സാഗരമായ ആ സാഗരത്തിലേക്ക്, ഭഗവാനാകുന്ന ആ സാഗരത്തിലേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ 3 കാര്യങ്ങൾ അനിവാര്യമാണെന്നാണ് പറയുന്നത്. അതിൽ മൂന്നാമത് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ വൈഷ്ണവ അപരാധം ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ 10 നാമ അപരാധങ്ങളിലും ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന പോയിന്റ് അതാണ്. അപ്പൊ നമ്മൾ അത്രയും പ്രാധാന്യം ആ ഒരു പ്രവൃത്തിക്ക്, അതായത് നമ്മൾ ഒരിക്കലും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല, അത്രയും പ്രാധാന്യം നമ്മൾ നൽകണം. നമ്മളുടെ ഒരു വൈഷ്ണവ ആചാര്യനാണ് പ്രബോധാനന്ദ സരസ്വതി. അദ്ദേഹം ഒരു ഗൗഡിയ വൈഷ്ണവ ആചാര്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രീ ശ്രീ രാധ രാസസുധാനിധി എന്ന കൃതിയില്, ശ്രീ ശ്രീ രാധ രസസുധാനിധി എന്ന കൃതിയില് പ്രബോധാനന്ദ സരസ്വതി ശ്രീമതി രാധാറാണിയെ അനേകം രത്നങ്ങളുമായി സാമ്യപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്, അതായത് വർണ്ണിക്കുന്നുണ്ട്. ശ്രീമതി രാധാറാണിയെ അനേകം രത്നങ്ങളുമായി സാമീപ്യപ്പെടുത്തിക്കൊണ്ട് വർണ്ണിക്കുന്നുണ്ട് ശ്രീമതി രാധാറാണിയെ. അപ്പൊ അതില് അദ്ദേഹം ആദ്യം പറയുന്നത് രാധാറാണി ചൂടാമണിയാണെന്നാണ്. അതായത് ചൂടാമണി രത്നം പോലെയാണ് ശ്രീമതി രാധാറാണി എന്ന് പറയുന്നു. അതായത് ചൂടാമണി ചിന്താമണി രത്നമാണ് എന്ന് പറയുന്നു. എനിക്ക് ചെറുതായിട്ട് പിശക് പറ്റിയതാണ്. ചൂടാമണിയല്ല, ചിന്താമണി രത്നം പോലെ ആണ് എന്ന് പറയുന്നു. അതായത് ചിന്താമണി രത്നത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചിന്താമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചിന്താമണി രത്നം ധരിക്കുന്ന വ്യക്തിയില് ആ രത്നത്തിന് വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തിയിലും അനേകം സ്വാധീനം ആ രത്നത്തിന് ചെലുത്താൻ സാധിക്കും. അപ്പൊ അതുപോലെയാണ് ശ്രീമതി രാധാറാണി എന്ന് പറയുന്നത്. അതായത് ശ്രീമതി രാധാറാണിയെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തിയിലും രാധാറാണിക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പ്രബോധാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ ശ്രീ ശ്രീ രാധ രസസുധാനിധി എന്ന കൃതിയിൽ പറയുന്നു. അപ്പോ 2 ദിവസം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മാതാജി പറഞ്ഞിരുന്നു, ഒരു പ്രഗ്നൻസി കോംപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് മാതാജി ആ ഒരു സിറ്റുവേഷനിൽ രാധാറാണിയെ പ്രാർത്ഥിച്ചു എന്നും ആ കോംപ്ലിക്കേഷൻ മാറി ഡെലിവറി നടന്നു, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് മാതാജി നമ്മുടെ ഗ്രൂപ്പിൽ പറയുണ്ടായി. അതാണ് രാധാറാണിയെ ആരാധിക്കുന്നവർക്ക്, രാധാറാണിയോട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ രാധാറാണി ചിന്താമണി പോലെയാണ്, ചിന്താമണി രത്നം പോലെയാണെന്നാണ് പറയുന്നത്. രാധാറാണിക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ആ വ്യക്തിയിലും ആ വ്യക്തിയുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമതായി പറയുന്നത്, അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ചൂടാമണിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ചൂടാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഭരണമാണ്. നമ്മളുടെ മുടിയില്, സ്ത്രീകൾ മുടിയിലൊക്കെ ധരിക്കുന്ന ഒരു ആഭരണമാണ് ചൂടാമണി. അപ്പൊ ചൂടാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആഭരണമാണ് ചൂടാമണി. അപ്പോൾ നമുക്കറിയാം, ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ അനേകം ഗോപികമാരാണ് കാത്തിരിക്കുന്നത്, അനേകം ഗോപികമാരാണ് ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ കാത്തിരിക്കുന്നത്. പക്ഷേ ഭഗവാൻ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? രാധാറാണിക്ക് വേണ്ടിയിട്ടാണ്. രാധാറാണിയുടെ സേവനത്തിനായിട്ടാണ് ഭഗവാൻ കാത്തിരിക്കുന്നത്. അതായത് രാധാറാണിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഭഗവാൻ കാത്തിരിക്കുന്നത്. അപ്പോ
പ്രബോധാനന്ദ സരസ്വതി പറയുന്നു, ഗോപികമാരിൽ വെച്ച് ശ്രീമതി രാധാറാണി ചൂടാമണിയാണെന്ന്. അതായത് ആഭരണങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ആഭരണം ചൂടാമണിയാണ്. അതുപോലെ ഗോപികമാരിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും ആരാധിക്കപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്. അതുകൊണ്ടാണ് ചൂടാമണിയുമായിട്ട് താരതമ്യപ്പെടുത്തിയത്. ഇനി മൂന്നാമതായി അദ്ദേഹം പറയുന്നു ശ്രീമതി രാധാറാണി കുലമണിയാണെന്ന്. അതായത് നമുക്കറിയാം രാധാറാണി അവതരിച്ചത് വൃഷഭാനുവിന്റെ മകളായിട്ടാണ് അവതരിച്ചത്. അപ്പൊ വൃഷഭാനു, നമ്മൾ തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. അപ്പൊ വൃഷഭാനുവിന്റെ മകളായിട്ടാണ് രാധാറാണി അവതരിച്ചത്. അപ്പൊ വൃഷഭാനു കുലത്തിന്റെ, ആ കുലത്തിലെ രത്നമാണ്, കുലമണിയാണ്, കുലത്തിന്റെ രത്നമാണ് ശ്രീമതി രാധാറാണി എന്ന് പ്രബോധാനന്ദ സരസ്വതി പറയുന്നു. നാലാമതായി അദ്ദേഹം പറയുന്നു, നമ്മുടെ ഹൃദയം ഒരു ആഭരണപ്പെട്ടിയാണെങ്കിൽ, നമ്മുടെ ഹൃദയം ഒരു ആഭരണപ്പെട്ടിയാണെങ്കിൽ ആ ആഭരണപ്പെട്ടിയിലെ ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും വിലപിടിപ്പുള്ള, അതായത് ഏറ്റവും അമൂല്യമായ രത്നം ഏതായിരിക്കുമോ ആ രത്നമാണ് ശ്രീമതി രാധാറാണി. നമ്മുടെ ഹൃദയം ഒരു ആഭരണപ്പെട്ടിയാണെങ്കിൽ ആ ആഭരണപ്പെട്ടിയിലെ ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും വിലപിടിപ്പുള്ള രത്നം ഏതായിരിക്കോ ആ രത്നമാണ് ശ്രീമതി രാധാറാണി. അപ്പൊ അത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ രാധാറാണിക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വേണം നമ്മൾ രാധാറാണിയെ പ്രതിഷ്ഠിക്കാൻ. അപ്പൊ അദ്ദേഹം 4 തരത്തിലാണ് രാധാറാണിയെ വർണ്ണിക്കുന്നത്. ആദ്യം പറയുന്നു രാധാറാണി ചിന്താമണി ആണെന്ന്. ചിന്താമണി രത്നം പോലെയാണെന്ന്. കാരണം ചിന്താമണിക്ക് ഒരു സവിശേഷതയുണ്ട്. എന്ത്? തന്നെ ധരിക്കുന്ന ആരാണോ അവരിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ആ രത്നത്തിന് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ രാധാറാണിയെ ആരാധിക്കുന്നവരാരൊക്കെയാണോ അവരുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ രാധാറാണിക്ക് സാധിക്കും. രണ്ടാമതായി അദ്ദേഹം പറയുന്നു രാധാറാണി ചൂടാമണിയാണെന്ന്. കാരണം ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ ഒരുപാട് ഗോപികമാരാണ് കാത്തിരിക്കുന്നത്. അപ്പൊ ആ ഗോപികമാരിൽ വെച്ച് രാധാറാണി ചൂടാമണിയാണ്. എപ്രകാരമാണോ ആഭരണങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ആഭരണം ചൂടാമണിയാകുന്നത്, അതുപോലെ ഗോപികമാരിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തിത്വം, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം ആരാകുന്നു? രാധാറാണിയാകുന്നു. രാധാറാണി ചൂടാമണിയാണ് എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത് എന്താണ്? കുലമണിയാണ്. രാധാറാണി എവിടെയാണ്, ഏത് കുലത്തിലാണ് അവതരിച്ചത്? വൃഷഭാനുവിന്റെ മകളായിട്ടാണ് അവതരിച്ചത്. വൃഷഭാനു കുലത്തിലാണ് രാധാറാണി അവതരിച്ചത്. അപ്പോ ആ കുലത്തിന്റെ രത്നമാണ്, ആ കുലമണിയാണ് എന്ന് പ്രബോധാനന്ദ സരസ്വതി പറയുന്നു. നാലാമതായി പറയുന്നു നമ്മുടെ ഹൃദയം ഒരു ആഭരണപ്പെട്ടിയാണെങ്കിൽ ആ ആഭരണപ്പെട്ടിയിലെ ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും വിലപിടിപ്പുള്ള രത്നം ഏതായിരിക്കുമോ ആ രത്നമാണ് ശ്രീമതി രാധാറാണി എന്ന്. അതായത് നമ്മുടെ ഹൃദയത്തിൽ ആ ആഭരണപ്പെട്ടിയില് ആ രത്നത്തിന്റെ പ്രകാശം മുഴുവൻ നമ്മുടെ ഹൃദയത്തില് പ്രകാശിക്കുമ്പോ അതിന്റെ പ്രതിഫലനം എവിടെയൊക്കെ ഉണ്ടാകും? നമ്മൾ ചെയ്യുന്ന ഭക്തിയുടെ സേവനത്തിലും ഭക്തിയിലും അതിന്റെ പ്രകാശം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതാണ് അതിന്റെ മറ്റൊരു തരത്തിലുള്ള അർത്ഥം. ഇനി നമ്മൾ രാധാറാണിയുടെ സവിശേഷതകളാണ് നോക്കാൻ പോകുന്നത്. അതായത് രാധാറാണിക്ക് അനേകം സവിശേഷതകളുണ്ട്, പറഞ്ഞാലും തീരില്ല, അത്രയ്ക്കും സവിശേഷതകളുണ്ട് രാധാറാണിക്ക്. പക്ഷെ ഏതാനും ചില സവിശേഷതകളും അതുമായി ബന്ധപ്പെട്ട ലീലകളുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതില് ആദ്യത്തേതെന്ന് പറയുന്നത് ആചാര്യന്മാര് പറയുന്നു രാധാറാണി മധുരിമയാണെന്ന്, അതായത് മാധുര്യമാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, നമ്മള് മധുരാഷ്ടകത്തിൽ കേട്ടിട്ടുണ്ട്, അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഹസിതം മധുരം, ഹൃദയം മധുരം, ഹൃദയം മധുരം, ഗമനം മധുരം, മധുരാധിപതേ അഖിലം മധുരം എന്ന് ഭഗവാനെ വർണ്ണിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് സർവത്ര മധുരമാണ്. അതായത് ഭഗവാൻ അഖിലം സർവത്ര മധുരത്തിന്റെ അധിപതിയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ മധുരത്തിന്റെ അധിപതിയാണെങ്കിൽ ശ്രീമതി രാധാറാണി ആരാണ്? മധുരത്തിന്റെ രാജ്ഞിയാണ്. ഭഗവാൻ മാധുര്യത്തിന്റെ രാജാവാണെങ്കിൽ ശ്രീമതി രാധാറാണി മാധുര്യത്തിന്റെ രാജ്ഞിയാണ്. ആചാര്യന്മാര് പറയുന്നു വെറും മാധുര്യമല്ല, മറിച്ച് അതിമധുരമാണ് എന്ന് ആചാര്യന്മാര് പറയുന്നു. അതാണ് ആദ്യത്തെ വിശേഷണം. രാധാറാണി മധുരമാണ്, മാധുര്യമാണ് രാധാറാണി.
രണ്ട്, രാധാറാണി ഉജ്ജ്വല സ്മിതയാണ്. രണ്ടാമത്തെ പോയിന്റ് ഉജ്ജ്വല സ്മിത. ഉജ്ജ്വല സ്മിത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല പ്രസരിപ്പോടെ, അതായത് നമ്മളെ ഏവരെയും ആകർഷിക്കുന്ന രീതിയിൽ. സ്മിത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിരിക്കുക എന്നാണ് അർത്ഥം. അതായത് ആ പുഞ്ചിരി എന്നാണ് അതിന്റെ അർത്ഥം, സ്മിത. ഉജ്ജ്വല സ്മിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസരിപ്പുള്ള ചിരി, അതായത് ഏവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ആ ഒരു ചിരി. അത് ഒരു വളരെ പ്രസരിപ്പോടെയുള്ള ഒരു മന്ദഹാസം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഉജ്ജ്വല സ്മിതയാണ്, ഉജ്ജ്വല സ്മിതയായിട്ടാണ് രാധാറാണി ചിരിക്കുന്നത്. രാധാറാണിയുടെ ചിരി ഉജ്ജ്വല സ്മിതയാണ് എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തത്, രാധാറാണി നർമ്മ പണ്ഡിതയാണ്. നർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളിയാക്കത്തില്ലേ, അതാണ് നർമ്മ പണ്ഡിതയാണ്. ആ കളിയാക്കാൻ മിടുക്കിയാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ രാധാറാണി കളിയാക്കുന്നത് ഭഗവാനെയാണ്. അപ്പോ ആ നർമ്മം, കളിവാക്കുകൾ ചൊല്ലാൻ ദേവി, അതായത് രാധാറാണി വളരെ മിടുക്കിയാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ലീലയുണ്ട്. ഇത് നടക്കുന്നത് ഗോവർദ്ധന ലീല കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഭഗവാനും രാധാറാണിയും ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് രാധാറാണി പറയുന്നു, കൃഷ്ണ, നീ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി, ശരിയാണ്. പക്ഷേ നിന്നെ എല്ലാവരും അങ്ങ് വളരെ പ്രകീർത്തിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. ചെറിയൊരു ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തിയതിന് നിന്നെ എല്ലാവരും പ്രശംസിക്കുകയാണ്. അപ്പോ രാധാറാണി പറയാണ്, ഞാൻ രാമായണത്തിൽ കേട്ടിട്ടുണ്ട്, രാവണൻ കൈലാസ പർവ്വതത്തെ എടുത്തുയർത്തി എന്ന് ഞാൻ രാമായണത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് രാധാറാണി പറയാണ്, കൈലാസ പർവ്വതം എന്ന് പറയുന്നത് ഗോവർദ്ധന പർവ്വതത്തെക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ളതാണെന്ന് നിനക്കറിയാമോ? എന്നിട്ടും അത്രയും ശക്തിമാനാണ് രാവണൻ, എന്നിട്ട് അത് ഉയർത്തി. പക്ഷെ ആരും തന്നെ രാവണനെ കൈലാസ പർവ്വതധാരി എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് രാധാറാണി പറയുന്നു. അത്രയും ഭാരമുള്ള കൈലാസ പർവ്വതം എടുത്തുയർത്തിയിട്ടും, അത്രയും വലിപ്പമുള്ള കൈലാസ പർവ്വതം എടുത്തുയർത്തിയിട്ടും ഭഗവാനെ ആരും കൈലാസ പർവ്വതധാരി എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് രാധാറാണി പറയുന്നു. എന്നിട്ട് പറയണ, ചെറിയൊരു ഗോവർദ്ധന പർവ്വതം എടുത്തു ഉയർത്തിയതിന് നിന്നെ എല്ലാവരും ഗോവർദ്ധനഗിരിധാരി എന്ന് വിളിക്കുന്നു. ഭഗവാൻ എങ്ങനെയാണ് ഗോവർദ്ധനഗിരിധാരി എന്ന നാമം വന്നത്? അതായത് ഭഗവാൻ ഗോവർദ്ധനഗിരിയെ എടുത്ത് ഉയർത്തിയത് കൊണ്ടാണ് ഗോവർദ്ധനഗിരിധാരി എന്ന നാമം ഭഗവാന് വന്നത്. എന്നിട്ട് രാധാറാണി പറയാണ്, നീ ഗോവർദ്ധനഗിരിധാരി ആണെങ്കിൽ ഞാൻ ഗോവർദ്ധനഗിരിധാരി ധാരിണിയാണ്. രാധാറാണി എന്താ പറഞ്ഞത്? നീ ഗോവർദ്ധനഗിരി ധാരി ആണെങ്കിൽ ഞാൻ ഗോവർദ്ധനഗിരി ധാരിണിയാണ്. നീ ഗോവർദ്ധന പർവ്വതത്തെ അല്ലേ എടുത്തുയർത്തിയുള്ളൂ, പക്ഷേ ഗോവർദ്ധന പർവ്വതം എടുത്തു ഉയർത്തിയ നിന്നെ ഹൃദയത്തിൽ ചുമക്കുന്നത് ആരാണ്? ഞാനാണ്. എന്നിട്ട് രാധാറാണി ചോദിക്കുക, അപ്പൊ ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് ചോദിക്കുകയാണ് രാധാറാണി. അതായത് ഭഗവാൻ ഗോവർദ്ധനഗിരിയെ ഉയർത്തി, ഭഗവാൻ ഗോവർദ്ധനഗിരിധാരിയാണ്. രാധാറാണി പറയാണ്, നീ ഗോവർദ്ധനഗിരിധാരി ആണെങ്കിൽ ഞാൻ ഗോവർദ്ധനഗിരി ധാരിണിയാണ്. ഗോവർദ്ധനഗിരി ഉയർത്തി നിൽക്കുന്ന നിന്നെ ഹൃദയത്തിൽ ചുമക്കാണ് ഞാൻ. പക്ഷേ എന്നിട്ട് രാധാറാണി പറയാ, പക്ഷെ എന്നെ ആരും ഗോവർദ്ധനഗിരി ധാരിണി എന്ന് വിളിക്കുന്നില്ല. എല്ലാ പ്രശംസയും നിനക്കാണ് ലഭിക്കുന്നത്. ആര് കാണാനാണ്? ആരും കാണുന്നില്ല. ഞാൻ നിന്നെ ഹൃദയത്തിൽ ചുമക്കുന്നത് ആരും അറിയുന്നുമില്ല. ആരും എന്നെ ഗോവർദ്ധനഗിരി ധാരിണി എന്ന് വിളിക്കുന്നുമില്ല. എന്നിട്ടും രാധാറാണി പറയാണ്, നീ ആകെ 7 ദിവസമല്ലേ ഗോവർദ്ധനഗിരി ഉയർത്തി നിന്നുള്ളൂ. ഞാനാണെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്നെ ഹൃദയത്തിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ് കൃഷ്ണ? യാതൊരു പ്രശംസയും എനിക്ക് ലഭിക്കുന്നില്ല. ഭഗവാൻ ഇതൊക്കെ കേട്ടിട്ട് ആകെ അമ്പരന്നിരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ എന്ന്. കാരണം അത്രത്തോളം നർമ്മ പണ്ഡിതയാണ് ശ്രീമതി രാധാറാണി. ഭഗവാനെ അങ്ങനെ കളിയാക്കാൻ, കാരണം അങ്ങനെ ഒരു ലീലയെ രാധാറാണി എങ്ങനെയാണ് അവതരിപ്പിച്ചത്? വളരെ നർമ്മത്തോടു കൂടിയാണ് രാധാറാണി അവതരിപ്പിച്ചത്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് നർമ്മ പണ്ഡിത എന്നതാണ്. നാലാമത്
രാധാറാണിയുടെ വ്യക്തിത്വം, അതായത് രാധാറാണിയുടെ വിശേഷം എന്ന് പറയുന്നത് രാധാറാണി വളരെ വിദഗ്ധയാണ്. വിദഗ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിശാലിയാണ്. ബുദ്ധിശാലി എന്ന് പറഞ്ഞാല് രാധാറാണി വളരെ വിദഗ്ധമായി തന്റെ മുന്നിൽ വരുന്ന ഏതൊരു സാഹചര്യത്തെയും അതിവിദഗ്ധമായി രാധാറാണി കൈകാര്യം ചെയ്യും. അത്രയും ഭഗവാനേക്കാൾ ബുദ്ധി വൈഭവമുണ്ട് ശ്രീമതി രാധാറാണിക്ക്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ലീലയുണ്ട്. ഒരു ദിവസം ഭഗവാൻ ചെന്നിട്ട് രാധാറാണിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കൊട്ടുകയാണ്. അപ്പൊ കൊട്ടിയിട്ട് കൊട്ടുന്ന സമയത്ത് രാധാറാണി വീട്ടിനകത്താണ്. അപ്പൊ രാധാറാണി ചോദിക്കും, ആരാണ് വെളിയിൽ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, ഞാന് കൃഷ്ണനാണ് എന്ന് പറയും. അപ്പൊ രാധാറാണി ചോദിക്കും, കൃഷ്ണനോ എന്നിങ്ങനെ ചോദിക്കും. അതായത് കൃഷ്ണന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, കാളസർപ്പം എന്നും ഒരു അർത്ഥമുണ്ട്. അപ്പൊ രാധാറാണി ചോദിക്കും, സർപ്പമോ? സർപ്പം എന്താണ് എന്റെ വീട്ടില് ചെയ്യുന്നത്? എന്റെ വീട്ടിലെ സർപ്പത്തിന് എന്ത് ചെയ്യാനാണ്? എനിക്ക് സർപ്പത്തെ വളരെ പേടിയാണ്. വളരെ എന്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോകൂ, ഏതെങ്കിലും കാട്ടിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പ്രദേശത്തോട്ടോ പെട്ടെന്ന് പോകൂ, എനിക്ക് സർപ്പത്തെ പേടിയാണ് എന്ന് രാധാറാണി പറയും. അപ്പൊ അത് കേട്ടിട്ട് ഭഗവാൻ പറയും, ഞാൻ സർപ്പമൊന്നും അല്ല, ഞാന് ഹരിയാണ് എന്ന് പറയും. അപ്പൊ രാധാറാണി ചോദിക്കും, ഹരിയോ? കാരണം ഹരി എന്ന പദത്തിന് കുരങ്ങൻ എന്നും അർത്ഥമുണ്ട്. അപ്പോ രാധാറാണി ചോദിക്കും, കുരങ്ങനാണോ? കുരങ്ങൻ എന്താണ് എന്റെ വീട്ടിൽ ചെയ്യുന്നത്? കുരങ്ങൻ എന്തിനാണ് എന്റെ വീട്ടിൽ വരുന്നത്? എന്നിട്ട് പറയും, കുരങ്ങൻ കാട്ടിലല്ലേ വസിക്കേണ്ടത്? വേഗം കാട്ടിലേക്ക് പോകൂ, കാട്ടിൽ പോയിട്ട് മരങ്ങളിൽ ഒക്കെ വസിക്കൂ, എന്നിട്ട് അവിടുത്തെ ഫലങ്ങളൊക്കെ പറിച്ചു കഴിക്കൂ, അല്ലാതെ ഇവിടെ എന്ത് ചെയ്യാനാണ്? വേഗം കാട്ടിലേക്ക് പോകൂ എന്ന് പറയും. അപ്പൊ ഭഗവാൻ ഇത് കേട്ടിട്ട് പറയും, ഞാൻ കുരങ്ങനല്ല, ഞാൻ നരഹരിയാണ് എന്ന് പറയും. ഒരു രാധാറാണി ചോദിക്കും, നരഹരിയോ? അതായത് ഭഗവാൻ ഉദ്ദേശിച്ചത് നരസിംഹമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ രാധാറാണി ചോദിക്കും, നരഹരിയോ? നരൻ അതായത് സിംഹമാണോ? എനിക്ക് സിംഹത്തിനെ വളരെ പേടിയാണ്. സിംഹം എന്തിനാണ് എന്റെ വീട്ടിൽ വരുന്നത്? എനിക്ക് സിംഹത്തിനെ പേടിയാണ്. വേഗം എവിടേക്കെങ്കിലും പോകൂ, കാട്ടിലേക്ക് എങ്ങോട്ടെങ്കിലും പോകൂ, എനിക്ക് സിംഹത്തെ പേടിയാണ്, ഞാൻ വാതിൽ തുറക്കില്ല എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും, ഞാൻ സിംഹമല്ല, ഞാൻ ശ്യാമനാണ്, ശ്യാമയാണ് എന്ന് പറയും. അപ്പം ശ്യാമ എന്ന വാക്കിന് കാർമേഘം എന്നും അർത്ഥമുണ്ട്. അപ്പൊ രാധാറാണി ചോദിക്കും, കാർമേഘമോ? കാർമേഘം എന്താണ് എന്റെ വീട്ടിൽ ചെയ്യുന്നത്? എന്റെ വീട്ടിൽ മഴ പെയ്യാൻ പോവാണോ? മഴ പെയ്യിക്കാൻ പോവാണോ? എന്റെ വരാന്തയിൽ മഴ പെയ്തു കഴിഞ്ഞാല് അവിടെ ആകെ ചെളിയാകും. ഇനി അതെല്ലാം ഞാൻ വൃത്തിയാക്കേണ്ടി വരും. അതൊന്നും ശരിയാവില്ല. വല്ല കാട്ടിലോ അല്ലെങ്കിൽ വല്ല ഒഴിഞ്ഞ പ്രദേശത്തോ പോയി മഴ പെയ്യൂ, എന്റെ വീട്ടിന്റെ വരാന്തയിൽ പെയ്യരുത്, അവിടെ മൊത്തം അഴുക്കാകും എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും, ഞാൻ കാർമേഘമൊന്നുമല്ല, ഞാൻ മധുസൂദനനാണ് എന്ന് പറയും. അപ്പൊ ഇത് കേട്ടിട്ട് രാധാറാണി പറയും, മധുസൂദനോ? അപ്പൊ മധു എന്ന വാക്കിന് വണ്ട് എന്ന അർത്ഥമുണ്ട്. അപ്പം രാധാറാണി പറയും, വണ്ടോ? വണ്ട് എന്താണ് എന്റെ വീട്ടിൽ ചെയ്യുന്നത്? വണ്ട് ഏതെങ്കിലും പൂവില് പോയി അതിന്റെ മധുരം നുണയുകയല്ലേ ചെയ്യേണ്ടത്? അതിന്റെ ആ തേൻ നുകരുകയല്ലേ ചെയ്യേണ്ടത്? ഇവിടെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഏതെങ്കിലും നല്ല പൂക്കളൊക്കെ കിട്ടുന്ന, നല്ല മാധുര്യമുള്ള, നല്ല തേൻ ലഭിക്കുന്ന പൂക്കളിൽ പോയി ഇരിക്കൂ, എന്നിട്ട് തേൻ നുകരൂ, ഇവിടെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കും. അപ്പൊ ഇത് കേട്ടപ്പോ ഭഗവാന് പറയാണ്, ഭഗവാൻ അങ്ങനെ ഓരോ നാമങ്ങൾ പറയണം, ഞാന് ഇന്നതാണ് ഇന്നതാണ് എന്നിങ്ങനെ ഓരോ നാമങ്ങൾ പറയണം. അപ്പോഴെല്ലാം രാധാറാണി ഇങ്ങനെ ഓരോ അതിവിദഗ്ധമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത് വീട്ടില്, എന്താ കാര്യം എന്നാണ്. ഏറ്റവും അവസാനം ഭഗവാൻ പറഞ്ഞു, രാധാറാണി ഞാൻ തോറ്റു, ഇനി എനിക്ക് ഒന്നുമില്ല. അവിടുത്തെ ബുദ്ധി വൈഭവം, അവിടുത്തെ ബുദ്ധി വൈഭവത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അവിടുത്തെ ബുദ്ധിയെ ഞാൻ എനിക്ക് പിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. അപ്പം അതിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത്രയും വിദഗ്ധയാണ് ശ്രീമതി രാധാറാണി, അത്രയും ബുദ്ധി വൈഭവം, അത്രയും ബുദ്ധിശാലിയാണ്, ഭഗവാനേക്കാൾ ബുദ്ധിശാലിയാണ് ശ്രീമതി രാധാറാണി. അപ്പൊ നാലാമത്തത് അതാണ്, വിദഗ്ധ, വളരെ വിദഗ്ധയാണ് ശ്രീമതി രാധാറാണി. അഞ്ചാമത് ഗംഭീര. ഗംഭീര ഓരോ വാക്കിലും ഓരോ വാക്കിലും ഭഗവാനെ പറ്റിയാണ് രാധാറാണി എഴുതിയിരിക്കുന്നത്. രാധാറാണി അതായത് രാധാറാണിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല, അതൊരു എന്താ പറയാ, നിലനിൽപ്പില്ല എന്നാണ് രാധാറാണി അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ഓരോ
എന്ന് പറഞ്ഞാല് രാധാറാണിയുടെ ഓരോ ശ്വാസത്തിലും രാധാറാണി ഭഗവാനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. അതായത് അതുമായി ബന്ധപ്പെട്ടൊരു ലീലയുണ്ട്. ഒരു ദിവസം രാധാറാണിയും ഭഗവാനും ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് രാധാറാണി ഇരിക്കുന്നിടത്ത് ഒരു വണ്ട് വന്നിട്ട് രാധാറാണി ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ്. രാധാറാണിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഭഗവാന് മനസ്സിലായി രാധാറാണിക്ക് ഇത് വല്ലാതെ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ഗോപന്മാരിൽ ഒരാളെ, അതായത് മധുമംഗളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വണ്ടിനെ ഓടിച്ചു വിടാൻ പറഞ്ഞു. ഈ വണ്ടിനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ പറയും. അപ്പൊ മധുമംഗൾ എന്ത് ചെയ്യും? വന്നിട്ട് ഈ വണ്ടിനെ ഓടിച്ചു വിടും. ഓട്ടിച്ച് അതങ്ങ് ദൂരെ പോവുകയും ചെയ്യും. എന്നിട്ട് മധുമംഗൾ വന്നിട്ട് പറയും, മധു പോയി, മധു ഇനി തിരിച്ചു വരില്ല എന്ന് പറയും. മധുമംഗൾ എന്താ പറഞ്ഞത്? മധു പോയി, മധു ഇനി തിരിച്ചു വരില്ല എന്നാണ് പറഞ്ഞത്. രാധാറാണിയുടെ ഓരോ ശ്വാസത്തിലും ആരാണുള്ളത്? ഭഗവാനുള്ളത്. അപ്പം മധു എന്ന വാക്കിന് ഭഗവാന്റെ മറ്റൊരു നാമമാണ് മധു. അപ്പോ രാധാറാണി രാധാറാണിയുടെ ചിന്തയിൽ വന്നത് ഭഗവാൻ പോയി, ഭഗവാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നതാണ്. ഭഗവാൻ പോയി, ഭഗവാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്. പക്ഷെ രാധാറാണിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ആ വാക്കുകൾ രാധാറാണിയെ വല്ലാതെ വേദനിപ്പിച്ചു. വാക്കുകൊണ്ട് പോലും ഭഗവാനിൽ നിന്ന് വേർപിരിയുന്ന കാര്യം അതായത് രാധാറാണിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അത്രയും അത് ഉൾക്കൊള്ളാൻ രാധാറാണിക്ക് കഴിഞ്ഞില്ല. രാധാറാണി കരയാൻ തുടങ്ങി. രാധാറാണി കരയുന്ന കണ്ടിട്ട് ഭഗവാൻ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെ ഇല്ലേ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. പക്ഷെ രാധാറാണിക്ക് ആ കണ്ണുനീര് എന്താ പറയാ താങ്ങാൻ കഴിഞ്ഞില്ല. അത്രയും രാധാറാണിക്ക് ആ വാക്കുകൊണ്ട് വേദനിച്ചു പോയി രാധാറാണി. അപ്പം രാധാറാണി കരയുന്ന കണ്ടിട്ട് ഭഗവാനും കരയാൻ തുടങ്ങി. അവരെ രണ്ടുപേരുടെയും കണ്ണുനീര് ചേർന്നിട്ട് ഒരു സരോവരമായി മാറി. ആ സരോവരമാണ് പ്രേം സരോവർ. ഇന്നും വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ പ്രേം സരോവർ നമുക്ക് കാണാൻ പറ്റും. ഭഗവാന്റെയും രാധാറാണിയുടെയും കണ്ണുനീര് ചേർന്നതാണ് പ്രേം സരോവർ. അപ്പോ ഈ 5 സവിശേഷതകൾ, അതായത് രാധാറാണി മാധുര്യമാണ്, രാധാറാണി ഉജ്ജ്വല സ്മിതയാണ്, അതായത് വളരെ നമുക്ക് ഏവർക്കും ആകർഷണം തോന്നുന്ന രീതിയിലുള്ള ഒരു പുഞ്ചിരിയാണ്, അങ്ങനത്തെ ഒരു ചിരിയാണ് രാധാറാണിക്കുള്ളത്. നർമ്മ പണ്ഡിതയാണ്, അതായത് ഭഗവാനെ കളിയാക്കാൻ കളിവാക്കുകൾ പറയാനായിട്ട് മിടുക്കിയാണ് രാധാറാണി. അതുപോലെ വിദഗ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വിദഗ്ധമായിട്ട് വളരെ ബുദ്ധിവൈഭവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മിടുക്കിയാണ് ശ്രീമതി രാധാറാണി. ഗംഭീര, രാധാറാണിയുടെ ഓരോ ശ്വാസത്തിലും രാധാറാണി ആരെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്? ഭഗവാനെ പറ്റിയിട്ടാണ്. വാക്കുകൾ കൊണ്ടുപോലും ഭഗവാനിൽ നിന്ന് വേർപിരിയുന്നതിനെ പറ്റി രാധാറാണിക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അപ്പം രാധാറാണിക്ക് ഭഗവാനോടുള്ള അഫെക്ഷൻ എത്രത്തോളം ഉണ്ട്, സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഭഗവാന് രാധാറാണിയോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് ഒരു ലീലയിലൂടെ നമുക്ക് കാണാം. അതായത് ഇത് ആധ്യാത്മിക ലോകത്ത് നടന്ന ലീലയാണ്. അപ്പോ ആധ്യാത്മിക ലോകത്തെ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ വൃക്ഷങ്ങൾക്ക് അവബോധമുണ്ട്. അവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അതായത് നമ്മളിപ്പം ഒരു വൃക്ഷത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഫലം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വൃക്ഷം തന്നെ ആ ഫലം പറിച്ച് നമ്മുടെ കയ്യിൽ തരും. നമ്മുടെ ഭൂമിയിലെ വൃക്ഷങ്ങൾ പോലെയല്ല ആധ്യാത്മിക ലോകത്തെ വൃക്ഷങ്ങൾ. അപ്പൊ ഒരു ദിവസം രാധാറാണി ഭഗവാനും ഒരു വൃക്ഷത്തിന്റെ അടുത്ത് ചെന്നിട്ട് രാധാറാണി ആ വൃക്ഷത്തിന്റെ അടുത്ത് ഒരു ഫലം ചോദിക്കും, ഒരു ഫ്രൂട്ട് തരാൻ പറയും. അപ്പം രാധാറാണിയുടെ പുറകിലാണ് ഭഗവാൻ നിൽക്കുന്നത്, അതായത് രാധാറാണിയുടെ മറവിലാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ രാധാറാണി ഫലം ചോദിക്കുമ്പോ ഭഗവാൻ പുറകിൽ നിന്നുകൊണ്ട് ആ വൃക്ഷത്തിന്റെ അടുത്ത് പറയാണ്, കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ പറയാണ്, കൊടുക്കരുത് എന്ന് പറയാണ്. അപ്പൊ വൃക്ഷം ഇത് രണ്ടും കാണുന്നുണ്ട്. അതായത് രാധാറാണി ഫലം ചോദിക്കുകയും ചെയ്യുന്നു, ഭഗവാൻ പുറകിൽ നിന്നുകൊണ്ട് കൊടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ വൃക്ഷം എന്താ ചെയ്തതെന്നറിയാമോ? വൃക്ഷം രാധാറാണിയുടെ ആഗ്രഹത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. രാധാറാണി ഫലം ചോദിച്ചു, ആ വൃക്ഷം തന്റെ ശിഖരത്തിൽ നിന്ന് ഫലം പറിച്ച് ആ രാധാറാണിക്ക് കൊടുക്കുകയും ചെയ്തു.
പക്ഷെ ഭഗവാൻ അതിസന്തുഷ്ടനാവുകയാണ് ചെയ്തത്. ഭഗവാന് വളരെ സന്തോഷായി. നേരെ മറിച്ച് ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ചായിരുന്നു ആ വൃക്ഷം പ്രവർത്തിച്ചത് എങ്കിൽ ഭഗവാന് സങ്കടമായേനെ. പക്ഷെ അതായത് തന്നെക്കാൾ ഏറെ രാധാറാണിയുടെ വാക്കുകൾക്കാണ് ഭഗവാൻ പ്രാധാന്യം നൽകുന്നത്. ഭഗവാനും അത് തന്നെയാണ് ഇഷ്ടം. രാധാറാണിക്ക് പ്രാധാന്യം നൽകാനാണ് ഭഗവാന് ഇഷ്ടം. രാധാറാണിയുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ, രാധാറാണിയുടെ ഇച്ഛ നടക്കണമെന്നാണ് ഭഗവാന്റെയും ആഗ്രഹം. അത്രത്തോളം സ്നേഹമാണ്. തന്നെ അനുസരിച്ചില്ലെങ്കിലും രാധാറാണിയെ അനുസരിക്കുന്നതിലാണ് ഭഗവാന് കൂടുതൽ സന്തോഷം. അപ്പോ അത്രത്തോളം സ്നേഹമാണ്, അത്രത്തോളം പ്രാധാന്യമാണ് ഭഗവാൻ രാധാറാണിക്ക് നൽകുന്നത്. അപ്പോ രാധാതത്വം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ വളരെ ഉയർന്ന ഒരു തത്വമാണ്. അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു പാകതയും പക്വതയും അല്ലെങ്കിൽ അത്രയും ഒരു എന്താ പറയാ യോഗ്യതയും എനിക്കില്ല. ഞാൻ ഈ രാധാറാണിയുമായി ബന്ധപ്പെട്ട്, അതായത് വളരെ ലളിതമായിട്ടുള്ള ലീലകളും തത്വങ്ങളും മാത്രമാണ് ഞാനിവിടെ പങ്കുവെച്ചത്. അപ്പോ രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനോടുള്ള ഭക്തിയുടെ മൂർത്തിമത് ഭാവമാണ് ശ്രീമതി രാധാറാണി. ഭഗവാനോടുള്ള ഭക്തിയുടെ മൂർത്തിമത് ഭാവം, അത്രയും ഉന്നതമായൊരു തലമാണ് ശ്രീമതി രാധാറാണി. അതായത് നമ്മൾ പറയില്ലേ, നമ്മള് ഭഗവാന്റെ അംശമാണ് എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഭഗവാന്റെ അംശമാണെങ്കിൽ നമുക്ക് ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് രാധാറാണിയുടെ ഭക്തിയുടെ അംശമാണ്. എപ്രകാരമാണോ നമ്മള് ഭഗവാന്റെ അംശങ്ങളാകുന്നത്, അതുപോലെ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് രാധാറാണിക്ക് ഭഗവാനോടുള്ള ഭക്തിയുടെ അംശമാണ്. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ഭക്തിയുടെ സേവനം ചെയ്താലും അത് രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. ഭഗവാനെ നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മൾ ഏത് ഭക്തിയുടെ സേവനം ചെയ്താലും ഭഗവാനെ നമുക്ക് ലഭിക്കണമെങ്കിൽ രാധാറാണിയുടെ അനുഗ്രഹം നമുക്ക് അനിവാര്യമാണ്. അപ്പോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റിംഗ് ചെയ്യുക. എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ. നിങ്ങളുടെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ എന്റെ പ്രണാമം. വാഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ.